തോന്നുന്നത്. ഇപ്പൊ സ്വർണ്ണക്കള്ളക്കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, അയാള് ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ. ഇവര് രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു ചിത്രത്തില് ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തില് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട MP ആന്റോ ആന്റണി, പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ്, അവര് സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ട്. എന്തായാലും ഇതില് സോണിയാഗാന്ധി രാജ്യത്തെ തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലരിൽ ഒരാളാണ്. അവരുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള കാലതാമസത്തെപ്പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇന്നും കേരളത്തില് ലീഡർ എന്ന വിശേഷണ പദത്തോടെ സാധാരണ കോൺഗ്രസുകാരെല്ലാം വിളിക്കുന്ന കെ കരുണാകരൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? 2003 അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ കേരള ഹൌസിൽ കെ കരുണാകരൻ താമസിക്കേണ്ടി വന്നു. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചതാണ്. പിന്നാലെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി. ഇവിടെ എത്തിയതിനു ശേഷം അതിലുള്ള നീരസം അദ്ദേഹം പരസ്യമാക്കി. നിങ്ങൾ ചിലരൊക്കെ ആ കാലത്തും ഈ പ്രവർത്തനം നടത്തുന്നവരാണല്ലോ, നിങ്ങൾക്കറിയാവുന്നതായിരിക്കുമല്ലോ അത്. ഇപ്പോ കോൺഗ്രസിലല്ല, നേരത്തെ ആസാം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ ഇതേ ഗാന്ധി കുടുംബത്തിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ശ്രമിച്ചു, ലഭിച്ചില്ല. അദ്ദേഹം ആ നീരസത്തിന്റെ ഭാഗമായി BJPയിൽ ചേർന്നുവെന്ന് അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസിലെ നിയമസഭാ കക്ഷി മുഴുവനായിട്ട് തന്നെ BJPയായി മാറി. അതിനു പിന്നിലും ഈ അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തതായിരുന്നുവെന്ന് കാരണമെന്ന വാർത്ത ആ ഘട്ടത്തിലുണ്ടായി. ഇത് ഞാൻ പറയുന്നത് രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിന്റ്മെന്റ് ലഭിക്കല് എളുപ്പമല്ല. സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കല്, അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് എങ്ങനെ ഈ സ്വർണ്ണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു? പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്നതല്ലോ. നമ്മുടെ ഇവിടെ മുന്നിലുള്ള നമ്മുടെ ഈ പത്രസമ്മേളനം നടത്തുന്ന ഇതിന്റെ ഹാളിന്റെ നേരെ മുന്നിൽ ഉള്ള പോർട്ടിക്കോയില്ലേ, ആ പോർട്ടിക്കോയിൽ വെച്ചായിരുന്നു ഒരു ആംബുലൻസ് ഉദ്ഘാടനം നടന്നത്. ഒരു കൂട്ടർ ശബരിമലക്ക് കൊടുക്കുന്ന ആംബുലൻസ്. ആ ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിലാണ് ഈ പറയുന്ന പോറ്റി ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്, എന്റെ അടുത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം നടന്നത്. അതുപോലെയല്ലല്ലോ ഇത്. അത് ഏകദേശം ഒരു പബ്ലിക് ഫംഗ്ഷനാണല്ലോ ഇത്. അതുപോലെയല്ല ഈ ചടങ്ങിനെ നാം കാണേണ്ടത്. സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്കെങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ്
അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. UDF ഭരണകാലത്തെ ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെയാണ് പ്രധാന പങ്കാളികളായത്? അതും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് പറയേണ്ട കാര്യമാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റു പ്രചരണം നടത്തുന്നതിന് വലിയ അർത്ഥമുണ്ടോ? ഞങ്ങളിതൊന്നും പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. പക്ഷെ ഇതൊക്കെയാണ് വസ്തുതകൾ എന്നുള്ളത് നമ്മൾ കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കേസിന്റെ വഴിക്ക് പോകുമല്ലോ. അതിൽ ഞങ്ങളെ സർക്കാരിന് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ഒരു നയമുണ്ട്. ആ നയം ഇതുപോലുള്ള കാര്യങ്ങൾ കേസ് കൊണ്ട് നേരിടുക എന്നുള്ളതല്ല. പാട്ടെല്ലാം ഏതെല്ലാം തരത്തിലുള്ള പാട്ടുകൾ വരാറുണ്ട്. ഒരു പരാതി എന്നാൽ ചിലപ്പോൾ കേസ് എടുത്തിട്ടുണ്ടാവുന്ന വരും. പക്ഷെ സർക്കാരിന്റെ നയമാണല്ലോ പിന്നെ നടപ്പാവുക. അതല്ലേ നടപ്പാകുന്നത്. നല്ല രീതിയിലുള്ള അന്വേഷണമാണല്ലോ സ്വർണ്ണക്കൊലയിൽ നടക്കുന്നത് പറയുന്നത്. പിന്നെ പത്മകുമാർ ഇപ്പോൾ അറസ്റ്റിലാണ്. പുള്ളി ഇപ്പോൾ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. ശരിക്കും ഇത്തരം ഒരു കേസിൽ അങ്ങനെ ഒരാളെ തുടരാൻ അനുവദിക്കുന്നത് ഒരു സംശയം ഉണ്ടാക്കില്ലേ ജനങ്ങൾ? ഞാനതിൽ പറയേണ്ടയാളല്ല. ഈ മുഖ്യമന്ത്രി എന്ന നിലക്കുള്ള സ്ഥാനത്തിരിക്കുമ്പോൾ പറയേണ്ടത് ഉത്തരവല്ലത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണേണ്ടത് ഞങ്ങള് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതും ആനുകൂല്യങ്ങൾ നൽകുന്നതും വോട്ടിനു വേണ്ടിയല്ല. ഇവിടെ ജനങ്ങളുടെ അവകാശമാണ് ഇതൊക്കെ ലഭ്യമാവുക എന്നുള്ളത്. ഇതാരെങ്കിലും നൽകുന്ന ഒരു ഔദാര്യം എന്ന നിലക്കല്ല ഞങ്ങളതിനെ കാണുന്നത്. സർക്കാരിന് ഒരു ഔദാര്യം ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതല്ല. സർക്കാരിന് പരിമിതികളുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. അതിന്റെ നടുക്ക് കഴിയാവുന്നത്ര സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ തൽപരരാണ്. പക്ഷേ അതിന് സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി വോട്ട് പോരട്ടെ എന്നുള്ള ചിന്തയല്ല. അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ നാടിന് വരുന്ന മാറ്റങ്ങളില്ലേ, ആ മാറ്റങ്ങൾ നമ്മൾ കാണണ്ടേ? ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കുറവ് ദാരിദ്ര്യം കേരളത്തിലാണ് എന്ന് നമ്മുടെ രാജ്യമാകെ കണക്കാക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ കണക്ക് വരുന്നത്? എന്താണ് ഈ ദാരിദ്ര്യം കുറയാൻ കാരണം? ഇപ്പൊ നമ്മളെല്ലാവരും കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി എന്ന പ്രഖ്യാപനം നടത്തി. എങ്ങനെയാണ് അങ്ങനൊരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിഞ്ഞത്? നമ്മൾ കാണേണ്ടത് ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ഇപ്പോ 2000 രൂപ വീതം, നേരത്തെ 1600 1600 രൂപ വീതം ഓരോ ആളുടെയും കയ്യിൽ കിട്ടുക, 60 ലക്ഷം ആളുകളുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് അവര് പെട്ടിയിൽ വെച്ച് പൂട്ടുകയല്ലോ ചെയ്യുക. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കില്ലേ, നാട്ടിലത് വ്യാപരിക്കില്ലേ, പാവപ്പെട്ട ഒരു വിഭാഗത്തിന്റെ കയ്യിലല്ലേ ഇത് എത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള നമ്മുടെ ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായതിൽ ചെറിയൊന്നാണല്ലോ ഇതൊക്കെ. അത്തരം കാര്യങ്ങളാണല്ലോ ഇതിന് പങ്കുവഹിച്ചിട്ടുള്ളത്. അത് നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇന്ത്യ രാജ്യത്ത് നമ്മളെക്കാളും വിഭവശേഷിയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും സംസ്ഥാനം ഈ അതിദാരിദ്ര്യമുക്തമാക്കാൻ പുറപ്പെട്ടോ? നേരത്തെ ആലോചിച്ചില്ല. എന്നാൽ കേരളം ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ, എന്നാൽ നമ്മളൊന്നും ഒരു കൈ നോക്കിക്കളിയാ എന്ന് വിചാരിച്ച് ഏതെങ്കിലും സംസ്ഥാനം ഇപ്പൊ അതിനുശേഷം പ്രഖ്യാപിച്ചോ? അപ്പൊ ഇതൊക്കെ ഒരു ജനങ്ങളോടുള്ള മനോഭാവത്തിന്റെ പ്രശ്നമാണ്. പാവപ്പെട്ടവരെ എങ്ങനെ കാണുന്നു എന്ന പ്രശ്നമാണ്. ഇതിൽ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടരാണ്, ആ മുന്നണിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. വോട്ട് അതിൻ്റെ അകത്തൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ വോട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും.